ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും ഒരു സ്പെഷ്യൽ ബിരിയാണി, പ്രഷർ കുക്കർ ബിരിയാണി എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഞാനിവിടെ ഇന്നലെ ചെയ്തത് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതിന് വേണ്ട ചേരുവകളാണ്. നമ്മൾ പൊടികളായിട്ട് മഞ്ഞയും മുളകും ഗരം മസാലയും മാത്രമാണ്. പിന്നെ ഇവിടെ 2 വലിയ സവാള, സ്പൈസസ് എന്ന് പറയാനായിട്ട് പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു സ്റ്റാർ, ബേ ലീവ്സ്, പിന്നെ 2 വലിയ സവാളയാണിത്, പിന്നെ പച്ചമുളക്, ഒരു വലിയ ടൊമാറ്റോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഞാനൊരു 1.25 കപ്പ് ബസ്മതി റൈസ് പോസ്റ്റ്മാന് അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ സ്ട്രെയിനറിൽ ഒരു അരമണിക്കൂറോളം. ഞാനിപ്പോൾ കുക്കറിൽ 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട്, പിന്നെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ശേഷം സ്പൈസസ് ഒക്കെ ഇട്ട് അത് പൊട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ സവാള ഇട്ടത്. സവാള ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പച്ചമുളക് ഇട്ടു. ഇപ്പോൾ പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ പേസ്റ്റ് വീതം, ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇപ്പോൾ അതാണ് ഞാൻ ഈ 2 ടീസ്പൂൺ ഇട്ടത്. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും. ഇനി ഇത് നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിടണം. അപ്പോൾ ശരിക്കും ഞാനിത് ഒരുപാട് ചിക്കൻ പീസസ് ഒന്നും, ഞാൻ കുറച്ച് വലിയ പീസസ് നോക്കി ഒരു 6-7 പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു 2-3 പീസ് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കറിക്കായിട്ട്. ഇതിപ്പോൾ ഞാൻ ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വഴണ്ടതിന് ശേഷം, ടൊമാറ്റോ ഇട്ട് നന്നായി വഴണ്ടതിന് ശേഷം ഞാൻ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് അതിൽ ഇനി പൊടികളിടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടിട്ടാണ് നമുക്ക് നന്നായിട്ട് ഇതിനെ സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ടിപ്പം ഞാൻ ഇതിലോട്ട് ചിക്കൻ ഇടുകയാണ്. ചിക്കൻ വലിയ പീസസാണ്, 4-5 പീസസാണ് ഇതിലിട്ടത്. പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പും പിന്നെ ഒരു 3/4 കപ്പ് കട്ടത്തൈരും കൂടെ ഇടുകയാണ്. അതും കൂടെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം 2 കപ്പ് ചൂടുവെള്ളം കെറ്റിലിൽ നിന്ന് ഒഴിക്കുകയാണ്. അത് തിളച്ച വെള്ളം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ നമ്മളെ ബസ്മതി റൈസ് 1.25 കപ്പോളം ഉണ്ട്. ആ റൈസ് ഞാൻ ഇതിനകത്തോട്ടിട്ട് ഇളക്കുകയാണ്. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ലെമണും കൂടെ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഒഴിച്ചത് ലാസ്റ്റിൽ. എല്ലാം കൂടെ നന്നായി ഇളക്കി ഉപ്പും ഒക്കെ നോക്കി നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ച്, പിന്നെ 2 വിസിലാണ്. എല്ലാവരും പറയും 1 വിസിലാണ്. ഇത് ഹോക്കിൻസിൻ്റെ പ്രഷർ കുക്കറിൽ എനിക്ക് എപ്പോഴും 2 വേണ്ടി വരും. 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതിനെ ഒരു കടായിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. കാര്യം കുക്കറിലിരുന്നാൽ അത് ഉണ്ണുന്ന സമയത്ത് അത് ശരിക്കും ഒരു പുഴുങ്ങിയതുപോലെ ആയിപ്പോൾ. മറ്റേത് കടായിലോട്ടായാൽ ചോറൊക്കെ വേറിട്ട് നമുക്ക് കിട്ടും. നല്ലൊരു പിന്നെ എന്താ പറയുക, മണവും അതിൻ്റെ ഒരു റൈസിൻ്റെ ഒരു പിന്നെ ഇത് തന്നെ നല്ലതാണത് അങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ അതിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 ചിക്കൻ മാറ്റി വെച്ചിട്ട് പീസസ് മാറ്റി വെച്ച് ഇപ്പോൾ അതിലൊരു കുക്കറിൽ ഇച്ചിരി കറി ഉണ്ടാക്കുകയാണ്. ഈ സൺഡേ എന്ന് പറയുമ്പോൾ ഈ ചോറും കറിയൊക്കെ വേണം. അപ്പം ഈ കറിക്ക് വേണ്ടി വേറെ മെനക്കെടാതെ ഈ 2-3 പീസസ് ചിക്കനും എടുത്ത് പൊട്ടാറ്റോയും കൂടെ അരിഞ്ഞ് ഇപ്പോൾ ചെറിയ കുക്കറിൽ പിന്നെ ഉള്ളി, കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ട് മല്ലി, മുളക്, മഞ്ഞളെല്ലാം ഇട്ട് ഗരം മസാലയൊക്കെ ഇട്ട് ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ പൊടി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഇപ്പോൾ വേണ്ട അത് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു താൽക്കാലികമായിട്ടൊരു കറി ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിന് വേണ്ടി, ചോറിന് വേണ്ടി. ഇപ്പോൾ ഇതെല്ലാം ഞാൻ പിന്നെ ടേബിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സൺഡേ നമുക്ക് എളുപ്പം ജോലി തീർക്കാനായിട്ട് പള്ളിയിലൊക്കെ പോകുന്നവർക്ക് ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ചെയ്തിപ്പോൾ നോക്കി, വളരെ നല്ലതാണ്, ടേസ്റ്റിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോസൊക്കെ കാണണം, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.